എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇതൽ ബോക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകുന്ന സ്ഥലമെന്ന് വെച്ചാൽ പത്തനംതിട്ട ജില്ലയിലുള്ള അഞ്ചുമലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. ഇപ്പം നമ്മൾ 4:10 കൂടി നമ്മൾ മാവേലിക്കരയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 ബൈക്കിലായിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ അഞ്ചുമലപ്പാറ എന്ന് പറയുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു 45 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പം നമുക്ക് രാവിലെ 6 മണിക്ക് മുന്നെങ്കിലും നമുക്ക് അവിടെ എത്തണം. എങ്കിൽ മാത്രമേ ആ ഒരു കാഴ്ച, കോടമഞ്ഞിറങ്ങുന്ന ആ കാഴ്ചയൊക്കെ നമുക്ക് സൂര്യോദയം ഒക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ രാവിലെ തന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പത്തനംതിട്ട ജില്ലയിലാണ് ഈ അഞ്ചുമലപ്പാറയുള്ളത്. അപ്പോൾ നേരം വെളുത്തപ്പോൾ തന്നെ ഒരു 4 മണിയായപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ടാണ് ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. ഇപ്പോൾ 6 മണിയാകുമ്പോൾ നമുക്ക് ഈ മലയുടെ മുകളിലോട്ട് കയറണം. മുകളിലോട്ട് കയറിയെങ്കിൽ നമുക്ക് ആ വ്യൂ ഒക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു കടയുണ്ട്, ഹൈ റേഞ്ച് കൂൾ ബാർ എന്ന് പറഞ്ഞ ഒരു കടയാണ്. ഒരു കേബിൾ TV നടത്തുന്ന ഒരു ചേട്ടൻ്റെ കടയാണ്. അപ്പോൾ ആ ചേട്ടൻ ഇവിടെ വന്നവർ, ഈ റൈഡേഴ്സൊക്കെ വരുന്നവർ പറഞ്ഞ് ഞങ്ങൾ ഒരു കട തുറങ്ങുമെന്ന് പറയുമ്പോഴാണ് ഇവിടെ പുള്ളിക്കാരൻ ഈ ഒരു കട സ്റ്റാർട്ട് ചെയ്തത്. പുള്ളിക്കാരൻ്റെ വേറൊരു വർക്കാണ്, കേബിൾ TV വർക്കാണ് പുള്ളി. പിന്നെ അങ്ങനെ പുള്ളിയുടെ ഒരു ചെറിയൊരു കടയാണ്, ഹൈ റേഞ്ച് കൂൾ ബാർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എത്തിയതുകൊണ്ട് വഴിയിലൊന്നും കടകളില്ലായിരുന്നു. അപ്പോൾ നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ അങ്ങോട്ട് നീങ്ങാമെന്ന് വെച്ച് മുകളിലോട്ട് കയറാനായിട്ടൊരു ഉന്മേഷമോ കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ ഒരു ചായയൊക്കെ ഒന്ന് കുടിച്ചിട്ട് നമുക്ക് പതുക്കെ അങ്ങോട്ട് കയറാം. അല്ല, ഞങ്ങൾ നേരത്തെ വന്നപ്പോ ഇവിടെ എല്ലാ വണ്ടിയായിരുന്നു. ഞായറാഴ്ചയായിരുന്നു തോന്നുന്നു. ഞായറാഴ്ച ദിവസം നല്ല തിരക്കാണ്. എല്ലാ ദിവസങ്ങളും തിരക്കുണ്ടെങ്കിലും അത്ര തിരക്കായിരുന്നില്ല. ഞായറാഴ്ച പെട്ടെന്ന് വഴിയും മനസ്സിലാവത്തില്ല. ഇപ്പൊ പിന്നെ ഫേസ്ബുക്ക് പേജൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് ഇവിടുത്തെ കൂട്ടായ്മയല്ലോ. അവിടെ ഈ അഞ്ചുമല സംരക്ഷണ സമിതി എന്ന് പറഞ്ഞു മകരമാസത്തിലെ കഞ്ഞി സദ്യയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ചേർന്ന് തുടങ്ങി. അപ്പൊ അതിന് കറക്റ്റ് ഡയറക്ഷൻ ഇട്ടുണ്ട്. ഇത് ടൂറിസത്തിന്റെ ആണോ? ടൂറിസം ആയിട്ടില്ല സാധ്യതയുള്ള മേഖലയെ റോപ്പ് വേക്കും വ്യൂ പോയിന്റും അങ്ങനെയൊക്കെയുള്ള നല്ല ഇതല്ലേ. മാത്രമല്ല മൂന്നാർ പോകുന്ന ഒരു സുഖം കിട്ടും രാവിലെ ആകുമ്പോ. ഈ തണുപ്പോടെ ഈ സമയത്താണ് അല്ലാതുള്ള മാർച്ച് മാസം അങ്ങനെ അത്രയും ഇല്ല. ഇനി നമുക്ക് വണ്ടി അവിടെ വെച്ചതിന് ശേഷമാണ് നമ്മൾ നടന്ന് മലയ്ക്ക് മുകളിലോട്ട് കയറുകയാണ്. ഒത്തിരി കാട് പിടിച്ചിരിക്കുന്ന സ്ഥലമാണ്. അപ്പം നമ്മൾ നടന്ന് വളരെ സൂക്ഷിച്ചു പോകേണ്ടതാണ്. അഞ്ചുമലപ്പാറയുടെ മുകൾ വശത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നേരം പുലർന്നു വരുന്ന ആ ഒരു കാഴ്ചയാണ്. കറക്റ്റ് ഇപ്പോൾ സമയം 6:10 എങ്കിലും ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം നമ്മൾ കയറ്റം കയറി വന്നിട്ടാണ്. ഇപ്പോൾ നിരവധി ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോട ഇറങ്ങുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം കോടമഞ്ഞിങ്ങനെ വരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് കയറി വരുമ്പോൾ ഞങ്ങളുടെ സ്കൂട്ടർ മാത്രമേ അവിടെ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോഴേക്കും ഇവിടെ മൊത്തം ആൾക്കാരാണ്. ഇവിടെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുടിച്ചോണ്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. സൂര്യോദയം ആയിട്ടില്ല. അപ്പം അവിടെ ഒരു ചെറുതായിട്ടൊരു വെട്ടം വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ എന്തൊരു വെയിറ്റ് ചെയ്യുകയാണ്.
ചേർന്നിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അഞ്ചുമല പാറ എന്ന് പറയുന്നത്. ഇത് ഫുള്ളായിട്ട് കല്ലാണ്, പാറയാണ്. ഇതിന്റെ മോൾവശത്ത് നിന്ന് കഴിഞ്ഞാലുള്ള കാഴ്ചകളെന്ന് പറയുന്നത് ഈ താഴെയുള്ള മഞ്ഞ് മൂടിയതും അതുപോലെ തന്നെ സൂര്യ ഉദയം, അതായത് സൺറൈസ് നമുക്ക് ഇവിടെ നിന്ന് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നു. പക്ഷെ ഇന്ന് മഴയൊക്കെ ആയതിനാൽ മഴക്കോള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കത് സൂര്യോദയം നമുക്ക് കാണാൻ സാധിച്ചില്ല, കാരണം അത് മൂടി കിടക്കുന്നതുകൊണ്ട്. അല്ലെങ്കിൽ ഇവിടെ മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്നത് നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് നമ്മൾ പ്രവാസികളായിട്ടുള്ള ആൾക്കാർ നാട്ടിൽ വരുമ്പോൾ ഫ്ലൈറ്റിലിരുന്ന് കാണുന്ന ആ ഒരു ഫീലിങ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഈ ഒരു സ്ഥലത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു സേഫ്റ്റി ഇല്ല എന്നുള്ളത് ഒരു പ്രധാനമായിട്ടുള്ള കാര്യം. ഇത് ടൂറിസം വകുപ്പ് ഏറ്റെടുത്തിട്ടില്ല ഇത്, കാരണം ഇതിന്റെ കൈവരികൾ കെട്ടിയിട്ടില്ല. അതുകൊണ്ട് മലയുടെ മുകളിൽ നിന്നും വരുന്ന ആൾക്കാർക്ക് താഴെ പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വരുന്ന ആൾക്കാർ, ഈ കാണാൻ വരുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സൈഡിലോട്ട് പോകാം. അതിന്റെ മുകളിൽ തന്നെ നിന്ന് ഈ കാഴ്ചകൾ കാണേണ്ടതുകൊണ്ട് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ താഴോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. കൈവരിയൊന്നും കെട്ടിയിട്ടില്ല. അത് പിന്നീട് ടൂറിസം ഏറ്റെടുക്കുമെന്നാണ് നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ ടൂറിസം ഏറ്റെടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ പഴനി പോലെയുള്ള സ്ഥലങ്ങൾ പോലെ മലയ്ക്ക് മുകളിൽ കൈവരികൾ കെട്ടി, കമ്പികൾ കെട്ടി തിരിച്ചു കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് എല്ലാ ആൾക്കാർക്കും വന്ന് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഹൈറ്റിലാണ്. കാരണം കയറി വരുമ്പോൾ തന്നെ നമ്മൾ നല്ലതായിട്ട് ക്ഷീണിക്കുന്ന ആ ഒരു ഇതാണ്. മാത്രമല്ല, ഞങ്ങളിപ്പോൾ വന്നപ്പോഴേക്കും ഞങ്ങളുടെ ഒരു ജാക്കറ്റ്, ഇവിടെ ഒരു കുരങ്ങൻ കറങ്ങി നടപ്പുണ്ടായിരുന്നു. ആ ജാക്കറ്റ് നമ്മുടെ അത് എടുത്തോണ്ട് പോയിട്ട് എവിടാ കൊണ്ടുവച്ചെന്നൊന്നും നമുക്ക് പിടുത്തമില്ല. അപ്പൊ ആ ജാക്കറ്റ് എടുത്തോണ്ട്, അപ്പം വരുന്നവർ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു കുരങ്ങൻ കറങ്ങി നടപ്പുണ്ട്. ആ കുരങ്ങൻ നമ്മുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് തന്നെ മാസ്കോ അല്ലെങ്കിൽ ചെരുപ്പോ മറ്റുള്ള അങ്ങനെയുള്ള സംഭവങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ സാധ്യത കൂടുതലാണ്. കാരണം ഞങ്ങളുടെ ജാക്കറ്റ് നഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത്. പിന്നെ ഈ കാഴ്ച എന്ന് പറയുന്നത് ഇതിന്റെ നമുക്ക് ഈ പ്രകൃതി ഭംഗി ഇത്രയധികം ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം വേറെ ഉണ്ടാകുമെന്ന്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിക്ക് ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ, ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. കാരണം ഒരുപാട് ആൾക്കാർക്ക് ദൂരത്തു നിന്നൊക്കെ ഉള്ള ആൾക്കാരെല്ലാം ഇവിടെ വന്ന് ഫോട്ടോസ് എടുക്കുകയും വീഡിയോസ് എടുക്കുകയും അത് അങ്ങനെയുള്ള പല സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിച്ചുണ്ട്. മാത്രമല്ല, ഇവിടെ സൈഡിലെല്ലാം വീടുകളൊക്കെ നമുക്ക് ചെറിയ ചെറിയ പൊട്ടുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന് പുറത്തുനിന്ന് കഴിഞ്ഞാൽ ഈ മലയ്ക്ക് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഏരിയയിലെ കാഴ്ചകൾ മൊത്തം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ മേഘങ്ങളൊക്കെ ഇപ്പം നമുക്ക് കുറവാണ്. ഈ മഴക്കോളുള്ളത് കൊണ്ട്, ഇന്നലെയൊക്കെ മഴ പെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ മഴക്കോളുള്ളത് കൊണ്ട് ഈ മേഘങ്ങളൊക്കെ കുറവാണ്. അല്ലെങ്കിൽ ഇവിടെ എല്ലാം മേഘം മഞ്ഞ് വന്ന് മൂടുന്ന ആ ഒരു കാഴ്ച കാണാവുന്നതാണ്. പിന്നെ സൺറൈസ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പൊളിക്കായിരുന്നു. അതേ രീതിയിലുള്ള അതൊരു നമ്മളെ പച്ചപ്പും ഒക്കെ നല്ല നമുക്ക് മനസ്സിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ. നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് 4 മണിക്ക് ഇറങ്ങിയിട്ടാണ് ഇവിടെ എത്തിയത്. കാരണം ഞങ്ങൾ ഹരിപ്പാട് സൈഡിൽ നിന്നും വരുന്നതാണ്. 4 മണിക്ക് ഇറങ്ങിയിട്ടാണ് നമുക്കിവിടെ 6 മണിക്ക് മുന്നേ എത്താൻ സാധിച്ചത്. 6 മണിക്ക് എത്തിയപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ആ വ്യൂ. അത് കഴിഞ്ഞതിന് ശേഷം വെട്ടമായി കഴിഞ്ഞാൽ, അത് വെയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്ര ഒരു രസം ഉണ്ടായിരിക്കില്ല. കാരണം ആ വെളുപ്പിനത്തെ ആ ഒരു വ്യൂ ആണ് നല്ല രസമായിട്ടുള്ള ഒരു കാഴ്ച.